ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കട്ടപ്പനയിലാണ് കേട്ടോ. കട്ടപ്പനയിൽ നമ്മുടെ മൺപാലത്തിങ്കിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മണ്ണും കൊണ്ട് നിർമ്മിച്ച ഒരു പാലം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ PSC പരീക്ഷയിലൊക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതിലൊരു ഉത്തരമാണ് കേട്ടോ നമ്മുടെ ഈ പാലം, മണ്ണുകൊണ്ട് നിർമ്മിച്ച പാലം. അപ്പോഴാണ് അവിടെ താഴേക്കൊക്കെ പോയപ്പോൾ നിറയെ നമ്മുടെ എന്താണത്, കൊങ്ങിണിപ്പൂക്കൾ നിറയെ നിൽക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കണം എന്ന് തോന്നി. ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോ പിടിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ താഴെ നിന്ന് വീഡിയോ പിടിക്കുകയാണ്. മേളിലേക്ക് ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മൺപാലം അതിമനോഹരമാണ്. അപ്പുറ സൈഡും കാണാൻ നല്ല രസമാണ്, ഇപ്പുറ സൈഡ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ദേ ഒരു ഓന്തച്ചൻ അവിടെ ഉണ്ട്. ആ ഓന്തച്ചൻ്റെ വീഡിയോ ഞാൻ പിടിച്ചു. പക്ഷെ അവൻ വീഡിയോ പിടിക്കാനൊന്നും നിന്നില്ല കേട്ടോ. പടേന്നുള്ളിലേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ മൊത്തത്തിൽ കാട് പിടിച്ച് കിടക്കുകയാണ്. അവരെല്ലാം മുമ്പ് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നേരം അവിടെ നോക്കി നിന്നില്ല. മേത്തേക്കെങ്ങാനും ചാടി കയറിയാലോ എന്ന് ഓർത്ത് അവനെ വിട്ടിട്ട് ഞാൻ പോകുന്നു. അടുത്തതായിട്ട് ഞാൻ പിടിക്കുന്നത് നമ്മുടെ സൈഡൊക്കെ കണ്ട നല്ല രസമല്ലേ, പൂക്കളൊക്കെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാം. മരങ്ങളിലൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്, മഞ്ഞയിലും ചുമപ്പിലും ഒക്കെ പൂക്കൾ. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആ പാലത്തിൻ്റെ അടിഭാഗത്തോടെ ഞാനിങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ അവരെല്ലാം പോയി അവിടെ ഓരോ സ്ഥലത്തോടെ ഇരുന്ന് കഴിഞ്ഞു, മടുത്തു യാത്ര ചെയ്ത്. ഇതെന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല കേട്ടോ. അവിടെ കണ്ടതാണ്, ഞാൻ വീഡിയോ പിടിച്ചു കേട്ടോ. അപ്പോൾ ഇതിലെയാണ് വെള്ളമൊക്കെ ഒഴുകി ഇപ്പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കണം, അപ്പുറം സൈഡിൽ നിന്ന് ഇപ്പുറത്തോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ പടർന്ന് കിടക്കുന്ന ആ ചെടികളും എല്ലാം കാണാൻ നല്ല രസമുണ്ട്. വെള്ളം തീരെ കുറവായിരുന്നു, കാരണം മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ എപ്പിക്കാണ് കേട്ടോ. എപ്പിക്കും ഉണ്ട്. അതൊരു ചാനലുകാരനാണ് എപ്പിക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണും. ഇല്ലെങ്കിൽ എപ്പിക്കെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്താൽ അറിയാം കേട്ടോ. എപ്പിക്ക് ചാനലാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ കണ്ട്. അപ്പോൾ അങ്ങനെ ദേ നല്ല രസമല്ലേ ആ വീഡിയോ. വണ്ടിയൊക്കെ പോകുന്ന കാണാൻ നല്ല അതിമനോഹരമാണ് താഴെ നിന്ന് കാണുമ്പോൾ കേട്ടോ. പിന്നെ ഞാൻ കുറേ പുല്ലിൻ്റെയും കാടിൻ്റെയും എല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും വിട്ടില്ല കേട്ടോ. അവിടെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും ഞാൻ വിട്ടിട്ടില്ല വെറുതെ. എല്ലാത്തിൻ്റെയും വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പോട്ട് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ എന്തെല്ലാം വീഡിയോ പിടിച്ചിട്ടുണ്ടെന്ന് കേട്ടോ. കണ്ട ആ പൂവൊക്കെ കാണാൻ എന്ത് ഭംഗിയാണ്. ഒന്ന് വാഗമരമാണെന്ന് മനസ്സിലായി. അടുത്ത മഞ്ഞ് എന്താണെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞ മരം എന്താണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഞങ്ങൾ ഓരോ വീഡിയോ ഒക്കെ പിടിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നല്ല നല്ല കമൻസും ഷെയറും ഒക്കെ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് പിന്നെ കയറി പോവാണ് കേട്ടോ. ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് പോയി, ഞങ്ങൾ ഓട്ടോയ്ക്കായിരുന്നു പോയത് കേട്ടോ. അപ്പോൾ അവരെല്ലാം മുമ്പ് പോകണു, ഞാനിങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് ഇങ്ങനെ പുറകെ പോവുകയാണ് കേട്ടോ. എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, കാരണം അവർ വർത്താനമൊക്കെ പറഞ്ഞ് അവർ പോവുകയാണ്. എപ്പിക്കുന്ന കണ്ടെത്തിയതല്ലേ, അതിൻ്റെ രീതിയിൽ അവർ വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കാടിനോടും പള്ളിയോടും എല്ലാം വർത്താനം പറഞ്ഞ് ഞാനും പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ചിത്രശലഭത്തിനെ കണ്ട്, പിന്നെന്താ നമ്മുടെ തേനീച്ചനെ കണ്ടു. തേനീച്ച കൊത്തിയില്ല ഭാഗ്യത്തിന്, അവിടെ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എല്ലാത്തിനും വിളിച്ചു വരുത്തും കേട്ടോ. അത് ടച്ച് ചെയ്തിട്ടുണ്ട്, അത് നിറയെ എന്തോ ഒരു മണം പരത്തും. അപ്പോൾ അതിന് നിറയെ ഇവരെല്ലാം ഓടി വരും, തേനീച്ചകൾ. അങ്ങനെ ഞാൻ കുറേ വീണ്ടും ഇതേ കൊണ്ട് ഉറുമ്പുണ്ട്, അട്ടയുണ്ട്. ഇതിനെനിക്ക് ഭയങ്കര പേടിയുള്ള സാധനമാണ് കേട്ടോ. ഈ ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. നമ്മുടെ ഭിത്തിയെക്കൂടെയൊക്കെ കയറി വരാറുണ്ട്. നമ്മൾ പണ്ടൊന്നും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ വർഷം തൊട്ട് ഇവിടെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഭിത്തിയെക്കൂടെ എല്ലാം കയറി വരും. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കുട്ടികളോടാണ് അതൊക്കെ എടുത്ത് കളയാൻ പറയുന്നത്. ഞാൻ എന്നെ തൊടത്തില്ല, എനിക്ക് പേടിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവരെല്ലാം വണ്ടിയെ പോയി വിശ്രമിക്കാൻ തുടങ്ങി. ഞാനിപ്പോഴും ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് നടക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ പണ്ടൊരു ദിവസം വന്നിട്ടുണ്ട്. ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം നമുക്കന്ന് ചാനലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ചാനലുണ്ട്, നമ്മൾ അതുകൊണ്ട് വീഡിയോ ഇതിൽ പോയാലും ഞാൻ ഈ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടോ, അങ്ങ് സൈഡൊക്കെ കാണാൻ നല്ല രസമില്ലേ, നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ കുറച്ച് വീഡിയോയും കൂടെ ഒക്കെ പിടിച്ചിട്ട് ഞാനും അടുത്തേക്ക് ചെല്ലുക. കാരണം അവരെന്നെ കൈ കാണിച്ച് വിളിച്ചു. ഇതിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലോ എന്ന് ഓർത്തായിരിക്കും കൈ കാട്ടി വിളിച്ചു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അടുത്തേക്ക് ചെന്നാലും ഞാൻ വീണ്ടും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുക. ആ ബസ്സൊക്കെ പോകുന്നതാണ് എന്ത് ഭംഗിയാന്ന് നോക്കി, നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പിന്നെ ആ പാലത്തിൻ്റെ മേളിൽ കൂടെ പോകുന്ന കാണാനും ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾ വണ്ടിയിലൊക്കെ ഞാൻ കയറി കേട്ടോ. ഇല്ലെങ്കിൽ ശരിയാവില്ല, ചിലപ്പോൾ പിടിച്ച് ഇടിച്ചാലോ എന്ന് ഓർത്ത് ഞാൻ പോയി കയറി അങ്ങനെ യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ
എന്നെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ എപ്പിക്കും എല്ലാവരും കൂടെ പോവുകയാണ് കേട്ടോ. കാരണം എപ്പിക്കും ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു വണ്ടിയിലാണ് യാത്ര ചെയ്തത്. അവൻ്റെ ബൈക്ക് അവിടെ എവിടെയോ ഇട്ടിട്ടുണ്ട്. അവൻ തിരിച്ചു പോയി എടുത്തോളും കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുപോയി അവനെ ഇറക്കി വിടണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ മൺപാലത്തിനോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. നമ്മൾ കട്ടപ്പന റൂട്ടിലോട്ട് പോവുകയാണ്. അവിടെ എവിടെയോ ആണ് അവൻ്റെ വണ്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് അവനെ ഇറക്കി വിടണം. അപ്പോൾ അങ്ങനെ ഇറക്കി വിട്ട് ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ബായ്.